Alhamdulillahi Rabbil Alameen. Alhamdulillah Al-Kareem Al-Wahhab Ar-Rahman Ar-Rahim At-Tawwab. Wa ashhadu an la ilaha illallah wahdahu la sharika lah. Ilayhi ar-ruj'a wa ilayhi al-ma'ab. Wa ashhadu anna Muhammadan abduhu wa rasuluh. Ba'athahu Allah tabaraka wa ta'ala bashiran bis-sabab wa nadhiran min al-'iqab. Sallallahu alayhi wa ala alihi wa ashabihi ulin nuha wal albab. Amma ba'd. Ikhwani wa ikhwati fillah, usikum bi taqwallah. A'udzu billahi minash shaitanir rajim. Bismillahir rahmanir rahim. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതഅ്തും. സഹോദരന്മാരെ, ഒരുപാട് കാലമായി ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പക്ഷേ നമ്മുടെ ചെറുപ്രായത്തിൽ തുടങ്ങിയ നമസ്കാരം ഇന്നേ വരെ നാം തുടർന്നിട്ടുണ്ട്. പക്ഷെ ചിന്താവിഷയം, നമ്മുടെ അവയവങ്ങളൊക്കെ നമസ്കരിക്കുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നമസ്കരിച്ചിട്ടുണ്ടോ? ആ അവയവങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ, റുക്കൂ ചെയ്യുമ്പോൾ, ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് കൂടെ സുജൂദ് ചെയ്തിട്ടുണ്ടോ, റുക്കൂ ചെയ്തിട്ടുണ്ടോ? ഇന്ന് ഫജ്ർ നമസ്കാരത്തിൽ ഇമാം ഓതിയ സൂറത്ത് അതെന്താണെന്ന് പറയാൻ, ഏത് സൂറത്താണ്, അതിൽ ആശയം എന്താണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ഓർമ്മ വരുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ ആണയിട്ട് പറയുമ്പോൾ, ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ രൂപത്തിലാണോ ഞാനും നിങ്ങളും നമസ്കരിച്ചിട്ടുള്ളത്? അതല്ല, പിശാചിന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായി നാം മാറുന്നത് ആ നമസ്കാരത്തിലാണോ, അതോ നമസ്കാരത്തിന്റെ പുറത്താണോ? ശൈത്താൻ, പിശാച് മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതൊക്കെ ഓൾസിലൂടെ കടന്നു വരാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് കടന്നു വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പിശാചിന്റെ ശല്യത്തിൽ നിന്ന് ശരണം തേടാൻ വേണ്ടി നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോതാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ സഹോദരന്മാരെ നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ട് പിശാചിനെ തകർക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ? ആ പിശാചിനെ തടയാൻ സാധിക്കുന്നത് പിശാചിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനോടാണ്, അല്ലാഹുവിന് മാത്രമാണ്. ആ പിശാചിന്റെ ശല്യത്തിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്താൻ അതിന് തൗഫീക്ക് നൽകുന്നത് അല്ലാഹുവിന്റെ സഹായം വേണം. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മോട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് നമസ്കാരത്തിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ പിശാചിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, പോരാടിയിട്ട് കാര്യമില്ല. ഒരു ആട്ടിടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആടുകളെ നോക്കാൻ വേണ്ടി ഒരു നായുണ്ടാവും, സ്വാഭാവികമാണ്. ആരെങ്കിലുമൊക്കെ കടന്നു വരുമ്പോൾ വഴിയോരത്തിലൂടെ ആ ആട്ടിൻപറ്റത്തിൻ്റെ അരികിലൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ ഈ നായ ഓരയിടും, അത് കുരക്കും, അത് ചിലപ്പോൾ ശല്യം ചെയ്ത് കടിക്കും. എന്തിനാണ്? ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒന്നിനെ എടുക്കാൻ വേണ്ടി വരികയാണോ ആ മനുഷ്യൻ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അത് കുരക്കുന്നത്.
ഇതതിൻ്റെ സ്വഭാവമാണ്. ഇതേപോലെ പിശാച് മനുഷ്യനോട് കുരച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പിന്നെ നായയെ നിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല, ആ നായയെ നിങ്ങൾ തള്ളിയിട്ട് കാര്യമില്ല, അതിലെറിഞ്ഞിട്ട് കാര്യമില്ല, അത് വീണ്ടും വീണ്ടും നിങ്ങൾ ആക്രമിക്കും. പക്ഷേ ആ നായ നിശബ്ദനായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആട്ടിടയനോട് സൂചിപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് ഈ വഴിയോരത്തിലൂടെ പോകണം, ഞങ്ങൾക്ക് ഈ വഴിയിലൂടെ നടന്നു പോകണം, ആ നായെന്ന് പിടിച്ചു കെട്ടു എന്ന് ആട്ടിടയനോട് പറയുമ്പോൾ ആട്ടിടയൻ ഒരു സിഗ്നൽ കൊടുത്താൽ ആ നായയുടെ കുരക്കൽ അത് നിശബ്ദനാണ്. ആലോചിച്ചു നോക്കൂ. ഇതേപോലെ പിശാച് നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ പിശാചിന്റെ ഖാലിക്കായ സിദ്ധാവായ അള്ളാഹുവിനോടാണ് ആ പിശാചിൽ നിന്ന് നാം ശരണം തേടുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചതിനുള്ള ഹിക്മത്ത് അതാണ് സഹോദരന്മാരെ. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, മറ്റ് ഖുർആനിന്റെ സൂറത്തുകൾ ഓതുന്നു. ആ നമസ്കാരത്തിൽ എല്ലാവരും ചെല്ലുന്ന ദിക്റുകൾ നമ്മളും ചെല്ലുന്നു. ആ നമസ്കാരത്തിലുള്ള ദുആകൾ എല്ലാവരും ഒരേപോലെയാണ് ചെല്ലുന്നത്. പക്ഷേ ആ നമസ്കാരം കഴിഞ്ഞ് നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ കൂലി കണക്കാക്കുമ്പോൾ, അതിന്റെ പവർ കണക്കാക്കുമ്പോൾ 100% കൂലി ലഭിച്ചവർ, 90% കൂലി ലഭിച്ചവർ, 80% കൂലി ലഭിച്ചവർ, 20% ലഭിച്ചവർ, വട്ടപൂജ്യം ലഭിച്ചവർ. ഇതെന്തുകൊണ്ട് സഹോദരന്മാരെ? ഈ വട്ടപൂജ്യം ലഭിച്ചവനും 0 ലഭിച്ചവനും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലേ? ഉണ്ട്. അയാൾ മറ്റ് സൂറത്ത് ഓതിയിട്ടില്ലേ? ഉണ്ട്. ആ നമസ്കാരത്തിലെ അദ്കാറുകൾ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. റുക്കൂ ചെയ്തിട്ടുണ്ട്, സുജൂദ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം എന്തേ? അയാളുടെ മാർക്ക് കുറയാൻ കാരണം അയാളുടെ അവയവങ്ങൾ നമസ്കരിച്ചു, അയാളുടെ ഹൃദയം, മനസ്സ് നമസ്കരിച്ചില്ല. ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നാം നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എണീറ്റ് നിൽക്കുന്നത്, അള്ളാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നത് എന്ന ആ ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് അതിനോട് കൂടെ നമസ്കരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്റാറുൽ സ്വലാഹ് എന്ന പുസ്തകത്തിൽ മനുഷ്യന്മാരെ 3 വിഭാഗമായി അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. ഒരു വിഭാഗം അഹ്ലുൽ യഖ്ള, ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന, ബോധത്തോടു കൂടി ഉണർന്നു നിൽക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം അഹ്ലുൽ ഗഫ്ല, അശ്രദ്ധയോടുകൂടി നിൽക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം അഹ്ലുൽ ഖിയാന, അഥവാ വിശുദ്ധ ഖുർആനും സലാത്തുമൊക്കെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്ത ഒരു കരാറാണ്. ആ കരാർ ലംഘിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അദ്ദേഹം എന്താണ് ഈ ഒന്നാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത? അഹ്ലുൽ യഖ്ള എന്ന് പറയുന്നത് നല്ല ബോധത്തോടെ ജാഗ്രതയോടെ ഉണർന്നു നിൽക്കുന്നവരുടെ സ്വഭാവം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവയവങ്ങൾ, കൈയും കാലും കണ്ണും മൂക്കും ഹൃദയവും ബുദ്ധിയുമൊക്കെ, ആ അവയവങ്ങൾ എന്തൊരു കാര്യത്തിനാണോ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്, സൃഷ്ടിക്കപ്പെട്ടുള്ള ആ കാര്യത്തിന് അവർ ഉപയോഗിക്കും. അഥവാ ആ റുക്കൂ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഇടയിലിരിക്കുമ്പോൾ അവർ ആ റുക്കൂ ചെയ്യുന്നതോടൊപ്പം അവരുടെ കൽബും ഹൃദയവും അതിനോടൊപ്പം റുക്കൂഉം സുജൂദും ചെയ്യും. അത്തരക്കാരാണ് ഉത്തമന്മാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവയവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അയാൾ ആ അവയവങ്ങളൊക്കെ വേണ്ടാത്തതിന്, അതെന്തിനാണോ അല്ലാഹു തആല നൽകിയിട്ടുള്ളത് അതിനുപയോഗിച്ചിട്ടുണ്ടാവില്ല, മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായി നമ്മളിങ്ങനെ നമസ്കരിക്കും, അപ്പൊ തലയിലൊന്നും മാന്തും, മൂക്കിലെ രോമം പറിക്കും. ഇത്തരത്തിലുള്ള അശ്രദ്ധയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുള്ള അവയവങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം അല്ലാഹു നൽകിയിട്ടുള്ള ഈ അവയവങ്ങൾ അതിനെ വർക്ക് ചെയ്യിക്കാതെ അതിനെയൊക്കെ പ്രവർത്തനരഹിതമാക്കി വെക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ഇതാണ് ഏറ്റവും അപകടം പിടിച്ച വിഭാഗം. ഓരോന്നിനും അദ്ദേഹം തന്നെ ഉദാഹരണം പറയുന്നത് കാണാം. ഒരാൾക്കൊരു കൃഷിഭൂമി നൽകി, ആ കൃഷിയിൽ വിത്തിറക്കാനുള്ള വിത്തും ആയുധങ്ങളും ഒക്കെ നൽകി, അയാൾ ആ വിത്തിറക്കി, ഉഴുതു വിത്തിറക്കി, അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്തു. അയാൾക്കതിൽ നിന്ന് കായ്ക്കനികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾ സന്തോഷവാനാണ്. ഇതേപോലെയാണ് ഒരാൾ നമസ്കരിക്കുമ്പോൾ, അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം,
അശ്രദ്ധയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആ അശ്രദ്ധയിൽ കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ അധ്വാനിച്ചിട്ടുണ്ടാവും, നമസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ അധ്വാനത്തിന്റെ ഫലം കാണുകയില്ല. മൂന്നാമത്തെ വിഭാഗവും ദുനിയാവും പരലോകവും അല്ലാഹ് ഈ അനുഗ്രഹം നൽകിയിട്ട് നമസ്കരിക്കാനുള്ള ഹൃദയവും ബുദ്ധിയും കഴിവും ആയുധങ്ങളും ഒക്കെ നൽകിയിട്ട് അവസരങ്ങൾ നൽകിയിട്ട് അതൊന്നും ഉപയോഗിക്കാതെ പ്രവർത്തനരഹിതമായി നിൽക്കുന്ന മൂന്നാമത്തെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് വലികുല്ലിൻ ദറജാത്ത് മിമ്മാ അമിലു വലിയുവഫിയകും അഅമാലഹും വഹും ലാ യുദ്ലമൂൻ. ഓരോ വിഭാഗത്തിനും അവരവരുടെ പദവികൾ നാളെ സ്വർഗ്ഗലോകത്തിലേക്കും. എങ്ങനെ? മിമ്മാ അമിലു, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച്. വലിയുവഫിയകും അഅമാലഹും, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം അല്ലാഹു പരിപൂർണമായി യാതൊരു അനീതിയും കൂടാതെ പരിപൂർണമായി നൽകും. വഹും ലാ യുദ്ലമൂൻ, ആരും തന്നെ ഒരിത്തിരി പോലും അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ് എന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഒരു അടിമ നാളെ പരലോകത്ത് വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് മിൻ അമലിഹി സ്വലാത്തു, അവന്റെ പ്രവർത്തനത്തിൽ നമസ്കാരത്തെ പറ്റിയാണ്. ഫഇൻ സലുഹത് ഫഖദ് അഫ്ല വ അൻജ, ആ നമസ്കാരം കൃത്യമായാൽ, അത് ശരിയായാൽ, നന്നായാൽ ആ മനുഷ്യൻ മുഴുക്ക നന്നായി, അവന് ഇഹപര വിജയം ലഭിച്ചു എന്ന. വഇൻ ഫസദത്, ആ നമസ്കാരം കുഴപ്പത്തിലായാൽ വഖദ് ഖാബ വ ഖസിറ, ആ മനുഷ്യൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഫഇൻ തകസ മിൻ ഫരീളത്തിഹി ഷൈഅൻ, അയാളുടെ നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അല്പം ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ ഖാല റബ്ബു സുബ്ഹാനഹു വ തആല, നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല മലക്കുകളോട് പറയും, ഉൻദുറൂ, നിങ്ങൾ നോക്കുവിൻ, ഹല്ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്തെങ്കിലും സുന്നത്ത് നമസ്കാരം അദ്ദേഹത്തിനുണ്ടോ? ഫയുകമ്മിലു ബിഹാ മൻ തകസ മിനൽ ഫരീള, ആ ഫർള് നമസ്കാരത്തിൽ നിന്ന് ആ വീഴ്ച വരുത്തിയതിന് അതിന് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്ത് നമസ്കാരത്തെ നിശ്ചയിക്കും. സുമ്മ യകൂനു സായിറു അമലിഹി അലാദ, ഇങ്ങനെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ അല്ലാഹു തആല ഈ നമസ്കാരത്തിന്റെ ഓട്ടയടക്കാൻ വേണ്ടിയിട്ട്, ന്യൂനത വന്നിട്ടുള്ളത് നികത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നതാണ് എന്ന് പ്രവാചകൻ തിരുമേനിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ നമസ്കാരം ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അശ്രദ്ധയോട് കൂടിയാണോ ഭയഭക്തിയോട് കൂടിയാണോ നമസ്കരിച്ചിട്ടുള്ളത്? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അശ്രദ്ധയോട് കൂടി നമസ്കരിക്കുക എന്ന് പറയുന്നത്, ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരാൾക്ക് കടന്നു ചെല്ലാനുള്ള അവസരം കിട്ടി. അയാൾ ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ രാജാവിനോട് സംസാരിക്കാനും ആ രാജാവിൽ നിന്നുള്ള സമ്മാനം നേടിക്കൊണ്ട് ആഹ്ലാദത്തോടു കൂടി പുറത്തു വരാനുമൊക്കെയാണ് അയാൾ വിചാരിച്ചത്. അങ്ങനെ ആ കൊട്ടാരത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ അയാളുടെ മനസ്സ് ആ കൊട്ടാരത്തിലെ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളിലേക്കാണ്. ഈ രാജാവ് പറയുന്നതൊന്നും അദ്ദേഹം ചെവികൊള്ളുന്നില്ല, അദ്ദേഹം മനസ്സ് കൊടുക്കുന്നില്ല. ഈ മനുഷ്യൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ പരിചാരകർ കർട്ടൻ താഴ്ത്തുന്നു. അങ്ങനെ രാജാവിനെ കാണാതെ അയാൾ തിരിച്ചു പോരുന്നു. ഈ കർട്ടൻ എന്ന് പറയുന്നത്, ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുമ്പോൾ ആ അള്ളാഹുവിൻ്റെ പള്ളിയാകുന്ന ആ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ആ കൊട്ടാരത്തിൽ നമുക്ക് അല്ലാഹു തആല കർട്ടൻ താത്തുന്നുണ്ടോ? ആ കർട്ടനാണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള ദേഹേച്ഛകൾ, അതേപോലെ ഷഹ്വാത്തുകൾ, പിശാച് തോന്നിപ്പിക്കുന്ന ഒരുപാട് ചിന്തകൾ. ഇതൊക്കെയാണ് ഈ കർട്ടൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യുമ്പോൾ ഈ കർട്ടൻ, ഈ ദേഹേച്ഛകൾ, പിശാചിന്റെ ചിന്തകൾ അല്ലാഹുവിനെ കാണാതെ, അല്ലാഹുവിനെ മനസ്സിലാക്കാതെ, അല്ലാഹു നമ്മോട് മുനാജാത്ത് ചെയ്യുന്നതിനെ മനസ്സിലാക്കാതെ നാം തിരിച്ചു പോരുന്നു. അതല്ല, പിന്നെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. ആ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു രാജാവ് സ്വീകരിച്ചു, അഭിമുഖമായി സംഭാഷണം നടത്തി. അങ്ങനെ ആ രാജാവിനോട് ധാരാളം സംസാരിച്ചു. കൺകുളിർമ നിറയെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ തിരിച്ചു പോരുന്ന ആ മനുഷ്യന് ഒരുപാട് സമ്മാന പൊതിയുമായി രാജാവ് അയാളെ പറഞ്ഞയക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷത്തോടെ അയാൾ ആ രാജാവിൻ്റെ മുഖറബായ ഏറ്റവും അടുത്ത മനുഷ്യനായി തിരിച്ചു പോരുന്നു. ഈ മനുഷ്യൻ അഥവാ ഇവനാണ് ഭക്തിയുള്ളവൻ എന്ന് പറയുന്നത്.
ആ നമസ്കാരം കഴിയുമ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ടോ? ഞാൻ റബ്ബിന്റെ മുഖറബായ മനുഷ്യനാണ്, അടിമയാണ് എന്നുള്ള അനുഭൂതി നമുക്ക് തോന്നാറുണ്ടോ സഹോദരന്മാരെ? അതല്ല, നമസ്കാരത്തിന് മുമ്പുണ്ടായിരുന്ന അതേ പ്രയാസം ആ മാനസികാവസ്ഥയിൽ തന്നെയാണോ ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉണ്ടാകുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആ നമസ്കാരമാകുന്ന ആ കർമ്മം ഒന്ന് ആത്മവിചിന്തനം ചെയ്യേണ്ട അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഈ ഹദീസൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അത്നാ അലിയ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി വഫി റിവായ ഫവ്വള ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, എന്നോട് ആദരവ് കാണിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും ഹാദാ ബൈനി വ ബൈനക, ഇത് എൻ്റെയും നിന്റെയും അടിമയാകുന്ന നിന്റെയും ഇടയിലുള്ള ഒരു കരാറാണ്, ഒരു പ്രതിജ്ഞയാണ്. എന്നിട്ട് അയാൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മനുഷ്യനോട് പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. ആ അടിമ എന്താണോ ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത് അവന് ലഭിക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അല്ലാമ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കണം. കാരണം എന്താ? അയാൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇയാളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കുന്നു? ഹമിദനി റബ്ബി അസ്നാ അലയ്യ അബ്ദി എന്ന് പോലുള്ള സംസാരം ആ നമസ്കരിക്കുന്ന ആളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെ കേൾക്കുന്നത് പോലെ യഥാർത്ഥ ഖുശൂഉള്ള ഒരു നമസ്കാരക്കാരന് അതിങ്ങനെ കേൾക്കുന്നത് പോലെ ഒരു അനുഭൂതി ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഉഅ്ബുദുല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഫഇല്ലം തകുൻ തറാഹ്, ആ അല്ലാഹുവിനെ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഫഇന്നഹു യറാക്, ആ അല്ലാഹു നിന്നെ നോക്കി കാണുന്നുണ്ട്, നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനോടുള്ള മുനാജാത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തിരിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം ലഭിച്ചതുപോലെ ആയിരിക്കണം ആ സൂറത്തുൽ ഫാത്തിഹ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആശയം. അങ്ങനെ നമുക്കൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട് സഹോദരന്മാർ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതാണ് ചിന്താവിഷയം. ഇല്ല എങ്കിൽ നമ്മൾ ഇതുവരെ നമസ്കരിച്ച നമസ്കാരമൊക്കെ ഗഫലത്തിലാണ്. അവയവങ്ങൾ നമസ്കരിച്ചു, മനസ്സ് നമസ്കരിച്ചില്ല എന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പെടും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ശിഷ്ട ജീവിതത്തിലെ നമസ്കാരം അല്ലാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ എന്ന് പറയുന്ന ആ പൂർണ്ണമായ ആ പ്രവാചകൻ പഠിപ്പിച്ചെന്ന ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ആരാധനാകർമ്മം ചെയ്യുന്നത്. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഖുവാനി ഫില്ലാഹ് ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയാണ്, എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. കൺകുളിർമ ജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാഹ് എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. മഹാനായ ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അരിഹ്നാ ബിസ്സലാഹ്, നമസ്കാരം മുഖേന ബിലാലെ ഞങ്ങൾക്ക് നീ ആശ്വാസം കൊണ്ടാ എന്ന് പറയുന്നുണ്ട്. എന്തിനാ സഹോദരന്മാരെ അനുഭവം? എന്താ ഈ കൺകുളിർമ? ഒരാളോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമയുണ്ടോ? എന്നാൽ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ കാണുമ്പോൾ എനിക്ക് കൺകുളിർമയുണ്ടാവും. ഉദാഹരണമായി എൻ്റെ കുടുംബം, എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും കാണുമ്പോൾ എനിക്ക് കൺകുളിർമയുണ്ടാകുന്നു. ആ കൺകുളിർമയും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും സ്നേഹമാണെങ്കിലും
സ്നേഹാദരവാണെങ്കിലും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കൺകുളിർമ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ നമസ്കാരത്തിലാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞില്ല, ഉംറയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞില്ല, മറ്റ് ആരാധനാ കർമ്മങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് ഖുർറത്തു ഐൻ എന്ന പദപ്രയോഗം ഹദീസിലില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ആ നമസ്കാരം എന്ന ആരാധനാ കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അങ്ങനെ പുറത്തുനിന്ന് കണ്ടാൽ പോരാ, പുറത്തുനിന്ന് കണ്ടാൽ ഉണ്ടാവില്ല. മറിച്ച് ഫിസ്സലാം, ആ നമസ്കാരത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബ്ബിനോടുള്ള ആ മുനാജാത്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് ആ കൺകുളിർമയുണ്ട്. ഇങ്ങനെ കൺകുളിർമ ഏതെങ്കിലും ഒരവസരത്തിൽ എനിക്കും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ സഹോദരന്മാർ? ഇതാണ് ചിന്താവിഷയം. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം കൊണ്ട് കൺകുളിർമ ലഭിക്കുന്ന ആ മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് അറിയാതെ അബദ്ധത്തിൽ വന്നു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ. അള്ളാഹുവെ, ഞങ്ങളിൽ ഇന്ന് രോഗമായി കിടക്കുന്ന ആളുകൾ, മാതാപിതാക്കൾ മരണപ്പെട്ട ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.